ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ദ്വാരക്കണം. വല്ലാത്ത കടുപ്പത്തിലുള്ള ദ്വാരക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചു, എന്റെ മോനെ എന്തപ്പത്തിൽ ഇടങ്ങാറുള്ള ദ്വാ? അപ്പൊ കുട്ടി എന്നോട് പറയാ, എന്റെ ഉമ്മ വളരെ ബെടക്കാണ് ഉസ്താദേ ദ്വാരക്കണം. ഓ, ഞാൻ മുമ്പ് പാങ്ങിൽ വന്ന് വാഴ്ന്നിന് വന്നപ്പോ, പാങ്ങിൽ വാഴ്ന്നു പറയാൻ വന്നപ്പോ എന്റെ ഉമ്മയും ഉപ്പയും രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ വരുമ്പോൾ രണ്ടാളും പള്ളിക്കാട്ടിലാണ്. ഞാൻ ഇന്ന് വാഴ്ന്നു കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലാണ് പോകുന്നതെങ്കിൽ എൻ്റെ ഉമ്മ കിടന്നിരുന്ന കട്ടില് കണ്ടാൽ ഒന്ന് പതറും. വർഷം കുറയായി എന്നാലും പതറും. ഉമ്മ കിടന്നിരുന്ന കട്ടില് കണ്ടാൽ, മക്കളെ പാവമാണ് നമ്മുടെ ഉമ്മയും പാപ്പയും. ഈ കുട്ടി എന്നോട് പറയും, എൻ്റെ ഉമ്മ വളരെ വെടക്ക, ദ്വാരക്കണം ഉസ്താദേ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മോനെ വാഴ് കഴിഞ്ഞിട്ട് മോനെ എനിക്കൊന്ന് കാണണം, നീ പോകരുത്. വാഴ് കഴിഞ്ഞ് നിനക്ക് ഉറക്കൊന്നും വരുന്നില്ല. ആർക്കൊരു ഉറക്കം വരുന്നുണ്ടോ? നിങ്ങളൊന്ന് മക്കളെ, ചോട്ടക്കുട്ടികളെ, നിങ്ങൾക്ക് നല്ല കഥ പറഞ്ഞു തരില്ലട്ടാ. ഇൻഷാ അല്ലാ നിങ്ങൾ ഉറങ്ങാൻ നിൽക്കല്ലേ, അത് പെട്ടെന്ന് നിർത്തും. ഇതൊരു ഓട്ടപ്പറച്ചിൽ ഞാൻ പറഞ്ഞു, ചടപ്പിക്കൂല ഇൻഷാ അല്ലാ. ഞാൻ പറയുന്നത്, ഈ കുട്ടിയോട് വാഴ് കഴിഞ്ഞിട്ട് അവനെ അടുപ്പിച്ചിരുത്തി. ഞാൻ അവൻ വിളിച്ച് അടുപ്പിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്താ മോനെ ഉമ്മ വെടക്കാന്ന് പറഞ്ഞല്ല, നീ കല്യാണം കഴിച്ചിട്ടുണ്ടായിച്ചു? അപ്പൊ അവൻ ചിരിച്ചു. അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പറയാ, 3 മാസമായി ഉസ്താദേ, അൽഹംദുലില്ലാ. ഈ ചെക്കനെ എന്നോട് അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ 3 മാസം മുമ്പ് വരെ, നീ കല്യാണം കഴിക്കുന്നത് വരെ നിന്റെ നാവ് കൊണ്ട് എപ്പോഴെങ്കിലും നിന്റെ ഉമ്മ വെടക്കാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ആ കുട്ടി എന്നോട് പറഞ്ഞു, ഇല്ല ഉസ്താദേ, ഇല്ല, നിന്റെ ഉമ്മ വെടക്കാണെന്ന് ഞാൻ ഇപ്പടാ പറഞ്ഞ, കല്യാണം കഴിക്കുന്നത് പറഞ്ഞിട്ടില്ല. എടാ എടപട വിളിക്കാൻ പറ്റിയൊരു കുട്ടിയേ ഉള്ളൂ. അവനോട് പറഞ്ഞു, എടാ ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ഉമ്മ വെടക്കായില്ലേ, പോയി അടച്ചുവിട്ട് മോനെ ഉമ്മാന്റെ കവളത്തുന്നു. ഉമ്മാനൊന്ന് അടച്ചുവിട്ട് മോനെ. ഞാൻ ആ കുട്ടിയോട് പറയാ, സഹോദരങ്ങളെ, കല്യാണം കഴിയുമ്പോഴേക്കും ഉമ്മ ഉപ്പ രണ്ടാളെയും വലിച്ചെറിഞ്ഞ് ഭാര്യ വീട് വാടക വീട്, ഭാര്യ വീട് വാടക വീട്. നമ്മളെ പാങ്ങ് പ്രദേശത്തൊക്കെ അങ്ങനെ ഉണ്ടാ. ഒന്ന് കൂടിത്തരാ നിങ്ങളെ, നിങ്ങളൊന്ന് കൂടിത്തരാണെങ്കിൽ ഞാനിങ്ങനെ കുറച്ച് പറയാ. ഞാൻ ഒന്ന് ചോദിക്കാനൊന്നും പറ്റിയില്ല, ഞാൻ കുറച്ച് വൈകി. ഞാൻ ഇന്ന് കുറച്ച് അകരുന്ന വരുന്ന നേരത്തെ ഉസ്താദ് പറഞ്ഞല്ല, ഇന്ന് കുറച്ച് വൈകിയതാണ്. നേരെ വന്ന് അക്കിമുസ്താനോടൊന്ന് ഭക്ഷണം കഴിച്ചു ഓടി ഇങ്ങോട്ട് എത്തി ഞാൻ. അപ്പോ കുറച്ചൊന്ന് സംസാരിച്ചിരിക്കാനൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും ഞാൻ. എന്നാലും നിങ്ങൾ വിചാരിക്കേണ്ട, ഒന്നും അറിയാതെ വന്നിക്കല്ലട്ടാ. സാഹചര്യം മഹലിലേക്ക് വാതിന് പോകുമ്പോ ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ല, അപ്പൊ പല നിലക്കും നമ്മൾ അന്വേഷിച്ചിട്ട് തന്നെ വന്നിട്ടുള്ളത്. ആ നിലയ്ക്ക് തന്നെ വാതി ഈ രൂപത്തിൽ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഒരു കുട്ടിയുടെ വാക്കാണ് ഉമ്മ വളരെ വെടക്കാണ്. ഈ അടുത്ത് ഉമ്മാന്റെ മുഖത്തുരത്തൻ ആഞ്ഞടിച്ചു. അതിലേറെ വിഷമകരമായൊരവസ്ഥ, അതിലേറെ വേദനാജനകമായൊരു സ്ഥിതി ഞാൻ കൂടെ പറയട്ടെ. ഒരു യാത്രയിൽ ഒരു വൃദ്ധസദനത്തിൽ പോകേണ്ടി വന്നു കഴിഞ്ഞ മാസം, വൃദ്ധസദനത്തിൽ. അപ്പോൾ ഒരു 10-65-70 വയസ്സുള്ളൊരു ഉമ്മ, നല്ല ദീനുള്ള ഉമ്മയാണ്. ആ ഉമ്മ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നുണ്ട്. ആ ഉമ്മ പറഞ്ഞു, മക്കളെ, 5 കുട്ടികളെ പ്രസവിച്ചൊരു ഉമ്മയാണ് ഞാൻ. എന്നെപ്പോലൊത്തൊരു ഗതികേട് ദുനിയാവിൽ ആർക്കും വരാതിരിക്കാൻ അങ്ങോട്ട് ദ്വാരക്കണട്ടാ ഈ തള്ള പറയാ. അപ്പൊ എന്താ പ്രശ്നം? 5 മക്കളും സമ്പന്നരാണ്, അവര് ഗൾഫുകാരാണ്. അപ്പൊ അവര് കല്യാണം കഴിച്ചു മക്കളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കെട്ടിയിട്ടും അവരിങ്ങനെ പോയിട്ടുണ്ട് ഒരു യാത്ര. അപ്പൊ ഞാനിപ്പോ 5 പേർക്കൊരു ഭാരാണത്രേ. എന്നിട്ട് ഈ തള്ള പറയാ, ഇവര് 10,000 കൊടുത്തിട്ട് ഇവിടെ ഇന്ന് ഏൽപ്പിച്ചിട്ടിട്ട് ഈ ഉമ്മാന്റെ കരച്ചില് കാണും. നമ്മളെ മലപ്പുറത്തുള്ള ഒരു ഉമ്മയാണ് കേട്ടാ, നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു ഉമ്മയാണ്, നിങ്ങൾ ഓർത്തോളി. ആ ഉമ്മ പറയാ, എന്റെ ഗതികേട് ആർക്കും വരാതിരിക്കും, നിങ്ങൾ ദ്വാരക്കണം. ഇതാണ് നമ്മുടെ നാടിന്റെ സ്ഥിതി. ഒരുത്തന്നല്ല, ലക്ഷങ്ങളല്ല, കോടികൾ മുടക്കിയ നല്ലൊരു വീട്. കോടികളെന്ന് ഞാൻ പറയുന്നില്ല, 1.5 കോടിയോളം മുടക്കിയൊരു വീടാണ്. നല്ല മാർബിള് പതിച്ച വീട്. വരാന്തയില് എൻ്റെ അനുജന്മാരെ 90 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മ, 90 വയസ്സ് കഴിഞ്ഞ ഉമ്മ എന്നൊക്കെ പറഞ്ഞ കുട്ടികളെ മനസ്സാവൂലേ? ഇയാൾ എന്നോട് ചൂടായി നിൽക്കണ്ടല്ല, ദേഷ്യത്തോടെ നോക്കണ്ടല്ല. ഈ ഉസ്താദ് ഭയങ്കര ദേഷ്യത്തിന്. അത് കഴിഞ്ഞു അബിബി, നീ ചൂടായിട്ടാ, നീ ദേഷ്യം പിടിക്കരുതിട്ടാ, നമ്മളൊരു ജിൻസല്ലേ, ഞങ്ങൾക്ക് ദ്വാരക്കട്ടാ ഇൻഷാ അല്ലാ. ഞാൻ പറയുന്നതേ, ഈ മനുഷ്യന് 90 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മ,
ആ ഉമ്മ ചുമ കൂടിയപ്പോ വരാന്തയിൽ ഇങ്ങനെ ഉമ്മ ഒരു കസാല ഇരുന്നിട്ട് ചുമച്ചു. നമ്മൾ ശ്വാസം മുട്ടെന്നൊക്കെ പറയില്ലേ, ചുമ കൂടിയപ്പോ ഉമ്മ മൂത്രമൊഴിച്ചു. 90 വയസ്സിന് എനിക്ക് പരിചയമുള്ള ഉമ്മയാണ് കേട്ടാ. ആ ഉമ്മ മൂത്രമൊഴിച്ചപ്പോ ഭാര്യ ചെന്നിട്ട് മകനോട്, നിങ്ങള് കുറെ ലക്ഷം കോടി മുടക്കിയിട്ട് എന്താ, ഒന്ന് പോയൊക്കെ വരാന്തയിൽ മൂത്രമൊഴിച്ച് ബടക്കാക്കിയിട്ടുണ്ട്. മൂത്രത്തിന്റെ കളിയാണ്. അവര് വല്ലാത്ത വിഷയമല്ല. നമ്മളെ മറന്റെ അപ്പുറത്തിരിക്കുന്ന ടീമുണ്ടല്ല, അള്ളാഹുർക്കൊക്കെ വർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങളെ ആമീൻ പൊന്തിനില്ലട്ടാ. അവര് നന്നായ ഇത്ര മുത്തുകൾ വേറല്ല, ബടക്കായ ഇത്ര അതാപം വേറല്ല. അയ്യൊന്ന് കുറച്ച് പറയും, ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുകയാണ്, കുറച്ച് ഞാൻ പറയും. നന്നായ ഇത്ര മുത്തുകൾ വേറല്ല. നോക്കി നിങ്ങള് എന്താ കുറെ കോടികളും ലക്ഷങ്ങളും മുടക്കിയിട്ട് നോക്കി പറയാ. ഈ പെണ്ണ് വരാന്തി ചെന്ന് നോക്കി ആ വീട്, അതൊക്കെ മൂത്രത്തിന്റെ കളിയാണ് വരാന്താറ്. അപ്പൊ ഈ മകൻ വന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഇതെന്താണ് ഉമ്മ ഈ തള്ള? ഞാൻ അങ്ങനെ തന്നെ പറയും, ഈ വയസ്സായ ഉമ്മ, മോനെയടാ ചുമ കൂടിയപ്പോ അറിയാതെ മൂത്രമൊഴിച്ചടാ. എന്റെ മക്കളെ ഉമ്മാന്റെ മുഖത്തടിച്ചവൻ, ഉമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ചവൻ, ആ ഉമ്മ കസേരന്ന് വീണത്രേ. എടാ നിന്റെ കൈ പുടുക്കലിരിക്കുമല്ലോ മോനെ, ആരുടെ മുഖത്താണ് മോനെ നീ അടിച്ചത്? ആരെയാണ് നീ തൊട്ടത്? ആ കൈ പുടുക്കളിരിക്കൂലേ? എന്താണ്? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിക്കുകയാണ്, എല്ലാ തെറ്റുകളും, എത്രമാത്രം തെറ്റുകൾ ചെയ്താലും, എത്ര വലിയ അപകടം, എത്ര വലിയ മാരകമായ ദോഷങ്ങൾ ചെയ്താലും, ചിലപ്പോൾ അല്ലാഹു തആല ആ മനുഷ്യനെ പള്ളിപ്പറമ്പിലേക്ക് നീട്ടിവെച്ചേക്കാം, ആഖിറത്തിലേക്ക് നീട്ടിവെച്ചേക്കാം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മുഖത്ത് വിരൽ ചൂണ്ടിയിട്ടൊന്ന് വേദനിപ്പിച്ച കുട്ടികളുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തണ്ട, വേദന തോന്നുന്ന ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് തന്നെ അല്ലാഹു തആല കൊടുക്കും. എവിടെ ചെന്നാലും പ്രശ്നമായിരിക്കും. എപ്പോഴെങ്കിലും ബുകാഉൽ വാലിദൈൻ. മുസ്ലിമീങ്ങളെ, മാതാപിതാക്കൾ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ വാക്കുകൊണ്ടോ എപ്പോഴെങ്കിലും തുള്ളി കണ്ണീരൊടിക്കേണ്ടി വന്നാൽ മിൻ അക്ബരിൽ കബായിർ ഫഹുവ മിൻ അക്ബരിൽ കബായിർ, അത് വൻദോഷത്തിൽപ്പെട്ടതാണ്. കുല്ലു ഫുജൂരിൽ ഫൗക കുല്ലി ഫുജൂരിൽ ഫുജൂർ. ബഹുമാനപ്പെട്ട ഇയാൾ മഹാന്മാരായ മുത്തഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഇമാമീങ്ങൾ എത്രയാണ് സഹോദരങ്ങളെ വരച്ച് എഴുതി വെച്ചിട്ടുള്ളത്. ഫുദൈൽ ബിൻ ഇയാദ് തങ്ങൾ പറഞ്ഞു, ഫൗക കുല്ലി ഫുജൂരിൽ ഫുജൂർ. എത്ര വിടക്ക്, ആകാശത്തിന്റെ ചുവട്ടിൽ ഇതിലും വൃത്തികെട്ടൊരു പദമില്ല, ഇതിലും വൃത്തികെട്ടൊരു പ്രവൃത്തിയുമില്ല. അങ്ങനെ പറഞ്ഞാലും അതിന്റെ മുകളിൽ ഒരു വൃത്തികെട്ട വാക്കുകളുണ്ട്, പദവുമുണ്ട്. ഹത്താ യഉഖർ റജുലു വാലിദൈ. ഒരു കുട്ടിയെങ്ങാനും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു പദം പ്രയോഗിച്ചാൽ ഇനി ആകാശത്തിന്റെ ചുവട്ടിൽ അതിന്റെ മുകളിൽ ഒരു പദമില്ല, അതിന്റെ മുകളിൽ ഒരു പ്രവർത്തനവുമില്ല. ഫുദൈൽ തങ്ങളാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, ഏത് പ്രശ്നങ്ങൾ പറഞ്ഞാലും, എനിക്ക് 2 ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികച്ചു പോകാൻ അറിയാത്തവനല്ല. ധാരാളം പെൺകുട്ടികൾ, സഹോദരിമാരടക്കം അവിടെയുണ്ട്. ഞാൻ എന്റെ ബാധ്യത തീർക്കുക എന്ന ലക്ഷ്യത്തിൽ ഞാനൊന്ന് പറയുകയാണ്. ഞാൻ എന്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു, ജീവിതത്തിൽ നമ്മുടെ ഉമ്മ ഉപ്പ ബുകാഉൽ വാലിദൈൻ. അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തസിലന്ന അഖാ ഫഇന്നഹു ലൻ യസ്ലഹ. ദീനിന്റെ പടയാളികളായ മക്കളെ, ലാ തസിലന്ന അഖാ, ഉമ്മയോടോ വാപ്പയോടോ ഒന്ന് പ്രയാസപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞു നടക്കുന്നവരുണ്ട് എങ്കിൽ അവന്റെ കൂടെ നിങ്ങൾ നടക്കരുത്.
അവനെ നിങ്ങൾ ഒന്നിനും ചേർത്തു പോകരുത്, അവനെ കൂട്ടുകാരനാക്കി പോകരുത്. ആ പാവങ്ങളെ അണച്ചുകുട്ടി പൊരുത്തപ്പെടിക്കാത്ത കാലത്തോളം അവര് നന്നാകാൻ പ്രയാസമാണ്. എന്നും എങ്ങോട്ട് ചെന്നാലും ബിസിനസ് നടത്തുന്നുവെങ്കിലും ഗൾഫിൽ പോയാലും എവിടെ ചെന്നാലും പ്രശ്നങ്ങളായിരിക്കും. അള്ളാഹു ആ മക്കൾക്ക് ബറക്കത്ത് കൊടുക്കില്ല. മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ. എത്ര കഴിവുള്ള കുട്ടിയാണെങ്കിലും എത്ര നല്ല ബിസിനസ്സുകാരനാണെങ്കിലും ഉപ്പ് തൊട്ട കലം പോലെയാക്കി കളയും അവരെ. അവൻ നന്നാവില്ല, അവൻ വളരില്ല. ആ പാവങ്ങളെ അടച്ചുകൂട്ടിയില്ല എങ്കിൽ, ആ പാവങ്ങളുടെ പൊരുത്തം സമ്പാദിച്ചില്ല എങ്കിൽ, ഇത് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉസ്താദെ ദ്വാരക്കണം, തങ്ങൾ പാപ്പ ദ്വാരക്കണം, നമ്മൾ ദ്വാ ചെയ്യിപ്പിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ പറയും. എന്റെ കുട്ടികളെ, പ്രശ്നം നമ്മുടെ കൺമുമ്പിലാണ്. എന്ത് ചെയ്താലും നമ്മുടെ ഉമ്മയോ ഉപ്പയോ എപ്പോഴെങ്കിലും ഒരു വിഷമം, ഒരു പ്രയാസം നമ്മിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. അത് നീട്ടിവെക്കില്ല. അല്ലാഹു തആല ലയുഅജ്ജിലുഹു ഫിൽ ഹയാതി ഖബിലൽ മമാത്, ഫിൽ ഹയാതി ഖബിലൽ മമാത്. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതിന് മുമ്പ് പള്ളിക്കാട്ടിലെ അദാബോ ഹയ്യത്തൽ വഅഖറബാ, പാമ്പുകളെ കൊണ്ടും തേളുകളെ കൊണ്ടും കാല് തൊട്ട തലവരെ പുഴുക്കളിരിക്കുന്ന അവസ്ഥകൾ അല്ലാഹു ആ മക്കൾക്ക് കൊടുത്തേക്കാം. എന്നാൽ ഉമ്മയോട് കളിച്ച വാപ്പയെ വേദനിപ്പിച്ച ആ കുട്ടിയാണോ മരിക്കുന്നതിനു മുമ്പ് ഇവിടെ വെച്ച് തന്നെ പടച്ചുറപ്പ് കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ അവനെ മരിപ്പിക്കൂ. ചൊല്ലടേ മുഹമ്മദുർ റസൂലുള്ളാഹ്.